തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിച്ച പോലീസ് ഈ മാസം 18-ന് മേട്ടുപ്പാളയം റോഡ് മുതൽ ആർഎസ്പുരം വരെയാണ് റോഡ് ഷോ നിശ്ചയിച്ചിരുന്നത്. പ്രദേശം സുരക്ഷിതമല്ലെന്ന് പോലീസ് വിശദീകരിക്കുന്നു. അനുമതി തേടി ബിജെപി സംസ്ഥാന ഘടകം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. അതിനിടെ DMK കോൺഗ്രസ് സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി. DMK കോൺഗ്രസ് സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയുമെന്ന് നരേന്ദ്രമോദി കന്യാകുമാരിയിലെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തെക്ക് പിടിക്കാനുള്ള തന്ത്രത്തിലാണ് BJP NDA. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ കന്യാകുമാരിയിൽ എത്തിയത്. അതിനുശേഷം കേരളത്തിലേക്ക് എത്തുന്നു, ഇനി തെലങ്കാനയിലേക്ക് പോകുന്നു, വീണ്ടും തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ഈ റോഡ് ഷോയ്ക്ക് അനുമതി നിഷേധിക്കുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? മുൻപ് അവിടെ ബോംബ് സ്ഫോടനമുണ്ടായ ഇടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 98-ലോ മറ്റോ എന്ന് പറഞ്ഞുകൊണ്ട് സുരക്ഷിതമല്ല എന്നുള്ള കാരണമാണോ ഇപ്പോൾ സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത്? അനുജ, പോലീസിന്റെ വിശദീകരണം ആ രീതിയിലാണ്. അതായത് പ്രധാനമന്ത്രി ഈ പറഞ്ഞ പോലെ 1998-ൽ BJP ലോക്സഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് ബോംബ് സ്ഫോടനമുണ്ടായ മേഖലയാണ് ഈ പറഞ്ഞ 4 കിലോമീറ്റർ എന്ന് പറയുന്നത്. അതായത് മേട്ടുപ്പാളയം റോഡ് മുതൽ ആർഎസ്പുരം വരെയുള്ള ആ റോഡെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ മേഖല സുരക്ഷിതമല്ല എന്നുള്ളതാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കോയമ്പത്തൂർ സിറ്റി പോലീസാണ് അനുമതി നിഷേധിച്ചത്. അവർ പറയുന്ന കാരണം ഇത് തന്നെയാണ്. പക്ഷേ എന്തായാലും BJP റോഡ് ഷോ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിധി പറയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജസ്റ്റിസ് ആനന്ദ് വെങ്കിടേഷാണ് ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിരൂക്ഷമായ വിമർശനമാണ് കന്യാകുമാരിയിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ DMK-ക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യത്തിനെതിരെ, ഇന്ത്യ സഖ്യത്തിനെതിരെയൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. DMK കോൺഗ്രസ് സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. DMK എന്ന് പറയുന്നത് അഴിമതിക്കാരുടെ ഒരു കൂട്ടമാണ് DMK എന്ന് പറയുന്നത്. പക്ഷേ BJP എന്ന് പറയുന്നതിനെ കൃത്യമായി തന്നെ തമിഴ് ജനത അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. BJP എന്ന പാർട്ടിയെ, NDA എന്ന സഖ്യത്തെ തമിഴ് ജനത അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും DMK സഖ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ തമിഴ് ജനത തൂത്തെറിയും എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും നരേന്ദ്രമോദി ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞത്. അതായത് കന്യാകുമാരിയിൽ ഈ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൻ്റെ ആദ്യം കന്യാകുമാരിയിലായിരുന്നു. കന്യാകുമാരിയിൽ അദ്ദേഹം ഈ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല DMK കോൺഗ്രസ് ഇന്ത്യ സഖ്യം, അതായത് DMK സഖ്യമോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യമോ, ഈ രണ്ട് സഖ്യങ്ങളും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവരുടെ ചരിത്രം അഴിമതിയുടെ മാത്രമാണ് എന്നുള്ളതാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായ വിമർശനമായി എന്തായാലും ഈ നിലവിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയം, തമിഴ്നാട്ടിലെ BJPയുടെ വിജയം ഇന്ത്യ സഖ്യത്തെ, DMK സഖ്യത്തെ താറുമാറാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വരുന്ന 3 ദിവസങ്ങൾ കൂടി ദക്ഷിണേന്ത്യയിൽ തന്നെ തുടരുന്ന പ്രധാനമന്ത്രി ഇനിയിപ്പോൾ കോയമ്പത്തൂരും അതുപോലെ തന്നെ സേലത്തും അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള റാലികളുണ്ട്. മാത്രമല്ല തെലങ്കാനയിലും കർണാടകയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പര്യടനം നടത്തുകയും ചെയ്യും. പരമാവധി ലോക്സഭാ മണ്ഡലങ്ങളുടെ ഒരു സെൻട്രൽ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു റാലി ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പരമാവധി ഇടങ്ങളിൽ എത്തുക എന്നത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര, ഒരു പര്യടനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ തുടരുന്നത്. ഈ മാസം 18-ന് കോയമ്പത്തൂരിൽ നടത്താനിരുന്ന നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്കാണ് പോലീസ് അനുമതി നിഷേധിച്ചത്. എന്നാൽ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് BJP.